ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വലിയ വിഷയം, എന്ത് സംഭവിക്കും? റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കുമോ? ഉക്രൈനും റഷ്യയും തമ്മിൽ പരസ്പരം കൈ കൊടുക്കുമോ? എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചാൽ മതി എന്നാണ് ലോകത്തെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും പ്രാർത്ഥിക്കുന്നുള്ളത്. കാരണം സാമ്പത്തികമായും അല്ലാതെയും ലോകത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷമായിരിക്കും ഈ യുദ്ധം. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഉക്രൈന് പിന്നിലേക്ക് അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ സൈന്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധമായിരിക്കും. അതെന്തായാലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത്. ഉക്രൈൻ ഈ വിഷയത്തിൽ ഇന്നൊരു ചെറിയ ഇടപെടൽ നടത്തുന്നു, റഷ്യയും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നു. ഒരു ചർച്ച, രണ്ടുപേരും ഒരു ടേബിളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഈ ചർച്ചക്ക് മുന്നോടിയായിട്ട് തന്നെ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞത്, ഒരു കാരണവശാലും എനിക്ക് ഈ ചർച്ച ഒരു നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ ചർച്ച കൊണ്ട് ഈ യുദ്ധം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റഷ്യയോട് സ്വാഭാവികമായിട്ടും ഉക്രൈൻ തങ്ങളുടെ രാജ്യത്ത് നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുതരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. റഷ്യ ഒരിക്കലും അതിന് തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ അത് പാഴായി പോകും എന്നുള്ളത് തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നുള്ളത്. എന്നാൽ ഇതിനിടയിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. ഏകദേശം ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് മൊത്തമായി പരാജയപ്പെടും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിനിടയിൽ ഇസ്രായേൽ പരസ്യമായിട്ട് പറയുന്നു, തങ്ങൾ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന്. തങ്ങൾ ഈ വിഷയത്തിൽ മധ്യസ്ഥത ഏറ്റെടുക്കാമെന്നും തങ്ങളുടെ സാന്നിധ്യത്തിൽ റഷ്യയും ഉക്രൈനും ഇരുന്ന് ഒരു മധ്യസ്ഥ ചർച്ച നടത്തണം എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. പക്ഷേ ഇത് ഈ രണ്ട് രാജ്യങ്ങളും മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു സംസാരവും നടന്നില്ല. അതായത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ലോകത്തെ ശക്തന്മാരായ ആളുകളിൽ ഒരു കൂട്ടർ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ലോകത്തെ ആയുധശേഷികളുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു കാര്യം അനുസരിക്കാൻ റഷ്യയും തയ്യാറായില്ല, ഉക്രൈനും തയ്യാറായില്ല. രണ്ടുപേരും തള്ളിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു സ്വീകാര്യത ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ എട്ടുനിലയിൽ പൊട്ടി. കാരണം ഇസ്രായേൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ മാത്രം എന്ത് അർഹതയാണുള്ളത്? നോക്കുക, ഫലസ്തീനിലേക്കടക്കം തുരിതുര ബോംബ് വർഷം നടത്തിയ ഇസ്രായേലിന് ഇങ്ങനെ ഒരു യുദ്ധസമയത്ത് യുദ്ധം പാടില്ല എന്നും നിങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് റഷ്യയോട് എങ്ങനെയാണ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക? ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡിയല്ലേ? എന്നിട്ടും മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ് എന്ന് എങ്ങനെയാണ് ഇസ്രായേലിന് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും നിലവിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ എന്ത് സംഭവിക്കും? ബലോറസിൽ ഒരു ശുഭവാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടോ? എന്തായാലും 90% ഇത്തരത്തിൽ ശുഭവാർത്ത ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. റഷ്യ ആണവ യുദ്ധം നടത്തും എന്നുള്ള ഒരു സൂചന നേരത്തെ നൽകിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അമ്പരന്നു പോയിരുന്നു. കാരണം ഇനിയൊരു നാഗസാക്കിയോ ഇനിയൊരു ഹിരോഷിമയോ ലോകത്തുണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ കത്തിച്ചാമ്പലാകും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? എന്തായാലും ഈ നീക്കം തടയാനുള്ള ഒരു വലിയ ശ്രമം ലോകത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ലോകത്തെ ജനങ്ങൾ, അതായത് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.